ഇന്ത്യയുടെ വടക്ക് ഭാഗത്തായി വളരെ ഉയരമേറിയ പർവ്വത മേഖലയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നമുക്കറിയാം. സമുദ്രനിരപ്പിൽ നിന്നും 5000 മീറ്ററിലധികം ഉയരമുള്ള ധാരാളം പർവ്വതങ്ങളടങ്ങിയ പർവ്വത മേഖലയാണ് ഇന്ത്യയുടെ വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നത്. ഇത്തരത്തിൽ വളരെ ഉയരമേറിയ ഒരു പർവ്വത മേഖല അവിടെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടുള്ള പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കും മുമ്പ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഉത്തര പർവ്വത മേഖല അവിടെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടുള്ള ഒന്നാമത്തെ നേട്ടമാണ് വിദേശ ആക്രമണങ്ങളിൽ നിന്നും ഇന്ത്യയെ സംരക്ഷിച്ചു നിർത്തും. ഇന്ത്യയുടെ വടക്ക് ഭാഗത്തായി 5000 മീറ്ററിലധികം ഉയർന്നു നിൽക്കുന്ന ഇത്തരം പർവ്വത നിരകൾ ഇന്ത്യയെ ഒരു കോട്ട പോലെ നിന്ന് സംരക്ഷിക്കുകയാണ് ചെയ്യപ്പെടുന്നത്. ശത്രുക്കൾക്ക് കടന്നു വരാൻ പറ്റാത്ത രീതിയിൽ ചെങ്കുത്തായമായി നിൽക്കുന്ന പർവ്വത നിരകളുള്ള ഈ ഭൂപ്രദേശം ഇന്ത്യയെ ഒരു കോട്ട പോലെ നിന്ന് സംരക്ഷിക്കുകയാണ് ചെയ്യപ്പെടുന്നത്. പല രാജ്യങ്ങളും അതിർത്തി സംരക്ഷിക്കുന്നതിനായി കോട്ടകളും മതിലുകളും അതിർത്തികളിൽ പണിയുമ്പോൾ ഉത്തര പർവ്വത മേഖല ഒരു കോട്ട പോലെ നിന്ന് ഇന്ത്യയെ സംരക്ഷിക്കുകയാണ് ചെയ്യപ്പെടുന്നത്. ഇതാണ് ഉത്തര പർവ്വത മേഖല അവിടെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടുള്ള ഒന്നാമത്തെ പ്രധാനപ്പെട്ട നേട്ടം. ഉത്തര പർവ്വത മേഖല അവിടെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടുള്ള രണ്ടാമത്തെ നേട്ടമാണ് മൺസൂൺ കാറ്റിനെ തടഞ്ഞു നിർത്തി ഇന്ത്യയിൽ വ്യാപകമായി മഴ വർഷിപ്പിക്കും. ഇന്ത്യയിലെത്തുന്ന മൺസൂൺ കാറ്റിനെ തടഞ്ഞു നിർത്തി വ്യാപകമായി മഴ വർഷിപ്പിക്കാൻ സഹായിക്കുന്നത് ഉത്തര പർവ്വത മേഖലയാണ്. ഇത്തരത്തിൽ ഉത്തര പർവ്വത മേഖല ഇന്ത്യൻ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. ഉത്തര പർവ്വത മേഖല അവിടെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടുള്ള മൂന്നാമത്തെ നേട്ടമാണ് ഇനി പറയുന്നത്. ശൈത്യകാലത്ത് ധ്രുവങ്ങളിൽ നിന്ന് വരുന്ന ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് വരാതെ തടഞ്ഞു നിർത്തുന്നത് ഉത്തര പർവ്വത മേഖലയാണ്. ശൈത്യകാലത്ത് ധ്രുവപ്രദേശങ്ങളിൽ നിന്ന് ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് ശൈത്യക്കാറ്റ് വീശുമ്പോൾ ഉത്തര പർവ്വത മേഖല ഒരു കോട്ട പോലെ നിന്ന് അവ ഇന്ത്യയിലേക്ക് വരാതെ ഇന്ത്യയെ അതിശൈത്യത്തിൽ നിന്നും സംരക്ഷിക്കുകയാണ് ചെയ്യപ്പെടുന്നത്. ഇത്തരത്തിൽ ഉത്തര പർവ്വത മേഖല രണ്ട് രീതിയിലാണ് ഇന്ത്യൻ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നത്. ഒന്ന്, മൺസൂൺ കാറ്റിനെ തടഞ്ഞു നിർത്തി വ്യാപകമായി മഴ വർഷിപ്പിക്കും. രണ്ടാമതായി പറയുന്നത് ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് വരാതെ തടഞ്ഞു നിർത്തി അതിശൈത്യത്തിൽ നിന്നും ഇന്ത്യയെ സംരക്ഷിക്കും. ഉത്തര പർവ്വത മേഖല അവിടെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടുള്ള നാലാമത്തെ നേട്ടമാണ് വർഷം മുഴുവനും ജലസമൃദ്ധമായ നദികളുടെ രൂപീകരണത്തിന് ഉത്തര പർവ്വത മേഖല സഹായിക്കുന്നു. ഉത്തര പർവ്വത മേഖലയിൽ നിന്നും വർഷം മുഴുവനും ജലസമൃദ്ധമായ നദികളായിട്ടുള്ള ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്ന സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളും അവയുടെ പോഷക നദികളുടെയും രൂപീകരണത്തിന് ഉത്തര പർവ്വത മേഖല സഹായിക്കുന്നു. ഇത് ഇന്ത്യൻ കാർഷിക മേഖലയ്ക്ക് ഗുണം ചെയ്യും. അതുപോലെ അഞ്ചാമതായി പറയുന്ന മറ്റൊരു നേട്ടമാണ് ഉത്തര പർവ്വത മേഖലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ എക്കൽ മണ്ണിൻ്റെ രൂപീകരണത്തിന് കാരണമായി മാറുന്നു. കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് എക്കൽ മണ്ണ്. ഉത്തര പർവ്വത മേഖലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ വളരെ ഉയരെ ഉത്ഭവിച്ച് താഴേക്ക് കുത്തിയൊഴുകുമ്പോൾ ധാരാളമായിട്ട് എക്കൽ മണ്ണ് രൂപീകരിക്കുകയും ഇത് സമതല പ്രദേശങ്ങളിൽ എത്തുന്ന സമയത്ത് ഇരുകരകളിലും നിക്ഷേപിക്കപ്പെടും. ഇത്തരത്തിൽ ഉത്തര പർവ്വത മേഖല ഇന്ത്യൻ കാർഷിക മേഖലയെ സഹായിക്കുന്നു. ഉത്തരപർവ്വത മേഖല അവിടെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടമാണ് ലോകത്ത് തന്നെ അത്യപൂർവങ്ങളായിട്ടുള്ള ജന്തുസസ്യജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ് ഈ പറയുന്ന ഉത്തര പർവ്വത മേഖല. ഹിമാലയൻ മേഖലയെ ലോകത്തിൻ്റെ മറ്റൊരിടത്തും കാണാത്ത അത്യപൂർവങ്ങളായിട്ടുള്ള ജന്തുസസ്യജാലങ്ങളെ കാണാനായി സാധിക്കും. ഇവയെല്ലാമാണ് ഉത്തര പർവ്വത മേഖല അവിടെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടുള്ള പ്രധാനപ്പെട്ട നേട്ടങ്ങൾ. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.